ദൈവം നൽകിയ സാവകാശത്തിനായി കർത്താവിനെ അത്യധികമായിട്ട് സ്തുതിക്കുന്നു. നമുക്കറിയാം, ലോകം 2000 വർഷത്തിലധികമായി അപ്പോസ്തലന്മാരുടെ കാലം അല്ലെങ്കിൽ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ദൈവസഭ ആരംഭിക്കപ്പെട്ടതിന് ശേഷം ഞായറാഴ്ച തോറുമുള്ള ആരാധന ലോകം മുഴുവനിലും നടന്നു വരുന്നുണ്ടെന്ന് നമുക്കറിയാം. ധാരാളം നാമമാത്രമായ ആൾ സംഖ്യയിൽ എണ്ണമറ്റ ജനസമൂഹങ്ങളുള്ള ക്രിസ്തീയ സമുദായങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ ലോകത്തിലുണ്ട്. അവരെല്ലാവരും ഞായറാഴ്ചകളിൽ വിവിധമായ രീതികളിലുള്ള ആരാധനാക്രമങ്ങളുണ്ട്. ചിലർ, ഭൂരിപക്ഷം വരുന്നവർ ബലി അർപ്പിച്ചുകൊണ്ട് കർത്താവ് ഒരിക്കലായി അർപ്പിച്ച ഏക ബലിയെ തിരസ്കരിച്ചുകൊണ്ട് ബലികൾ നിരന്തരം നടത്തി വരുന്നുണ്ട്. മറ്റു പലരും പലവിധമായ രീതികളിലുള്ള ആരാധനാക്രമങ്ങൾ നടത്താറുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്ന സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത്തരത്തിൽ സത്യ നമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടവും ലോകത്തിൽ പ്രബലമായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നാം ആരെയാണ് ആരാധിക്കുന്നത് എന്ന് നാം അറിഞ്ഞ് ദൈവത്തെ ആരാധിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ആരാണ്, നാം ആരാധിക്കുന്നത് ആരെയാണ് എന്നുള്ളത് നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഞാൻ ചില വാക്യങ്ങളെ നിങ്ങൾക്ക്, വളരെ സുപരിചിതമായ വാക്യങ്ങളെ, അതിൻ്റെ ഓരോ ഭാഗങ്ങളെയും കൃത്യമായി വിശകലനത്തിന് വിധേയമാക്കിക്കൊണ്ട് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിനായിട്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നിന്നും നമുക്ക് ആരംഭിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിലൂടെ സമാനമായ അനവധി വാക്യങ്ങളിലൂടെ നമ്മുടെ വീണ്ടെടുപ്പും രൂപാന്തരവും സംബന്ധിച്ചുള്ള വിഷയങ്ങളെ സംസാരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 2:7. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. നമ്മൾ ഏകദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ പലപ്പോഴും പ്രസംഗ വിഷയമായി പ്രസംഗിക്കുകയും അല്ലെങ്കിൽ പ്രസംഗ മധ്യേ നമ്മൾ കർത്താവിനെ സംബന്ധിച്ച് ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം അറിയാതെ പോയി എന്നുള്ളത് കാണിക്കേണ്ടതിനും നമ്മൾ നിരന്തരമായി ഉപയോഗിക്കാറുള്ള അല്ലെങ്കിൽ പഠന വിഷയമാക്കുന്ന ഒരു വേദവാക്യമാണ് നമ്മൾ വായിച്ചത്. അതിൽ നമ്മൾ വായിച്ചത് ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് വായിക്കുന്നത്: ഹൗ ബെയ്റ്റ് വി സ്പീക്ക് വിസ്ഡം എമംഗ് ദം ദാറ്റ് ആർ പെർഫെക്റ്റ്, യെറ്റ് നോട്ട് ദ വിസ്ഡം ഓഫ് ദിസ് വേൾഡ് നോർ ഓഫ് ദ പ്രിൻസസ് ഓഫ് ദിസ് വേൾഡ് ദാറ്റ് കം ടു നോട്ട്. 7-ാമത്തെ വാക്യത്തിൽ ബട്ട് വി സ്പീക്ക് ദ വിസ്ഡം ഓഫ് ഗോഡ് ഇൻ എ മിസ്റ്ററി. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനം എന്തായിട്ട് പ്രസ്താവിക്കുന്നു? ഒരു മിസ്റ്ററി ആയിട്ട് പ്രസ്താവിക്കുന്നു. മിസ്റ്ററി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെയാണ്, അല്ലെങ്കിൽ ഒരു രഹസ്യമാണ്. എന്ത്? മിസ്റ്ററി. ബൈബിളിൽ നമുക്കറിയാം, പുതിയ നിയമത്തിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. പ്രത്യേകിച്ച് പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളിലും മിസ്റ്ററി എന്ന വാക്ക് കടന്നുകൂടിയിട്ടുണ്ട്. അനേകർക്കും മറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ മുൻ നിയമിക്കപ്പെട്ട ചില ആളുകൾക്ക് വെളിപ്പെട്ട് വരുന്നു അല്ലെങ്കിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതാണ് പൗലോസിൻ്റെ മിനിസ്ട്രിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി നാം കാണുന്നത്. ഇവിടെ പൗലോസ് പറയുകയാണ്, വി സ്പീക്ക് ദ വിസ്ഡം ഓഫ് ഗോഡ് ഇൻ എ മിസ്റ്ററി. ഞങ്ങൾ ദൈവത്തിൻ്റെ ജ്ഞാനം എന്തായി പ്രസ്താവിക്കുന്നു? ഒരു മർമ്മമായിട്ട് പ്രസ്താവിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഹല്ലേലൂയ. എന്താണ് ദൈവത്തിൻ്റെ ജ്ഞാനം? അത് നമുക്കറിയണം, അല്ലേ? ദൈവത്തിൻ്റെ ജ്ഞാനം എന്താണെന്ന് അറിയെങ്കിൽ മാത്രമേ നമുക്ക് അത് മർമ്മമായിരിക്കുന്നു എന്നുള്ളത്, അനേകർക്ക് ഇന്നത് മറയപ്പെട്ടിരിക്കുന്ന മർമ്മമായി കിടക്കുകയാണ്. കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള ക്രിസ്തീയ സമൂഹത്തിന് ദൈവത്തിൻ്റെ ജ്ഞാനം മറഞ്ഞു കിടക്കുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ ജ്ഞാനം? 1 കൊരിന്ത്യർ 1-ാം അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം.
1:25. 1 കൊരിന്ത്യർ യഹൂദന്മാർക്കിടർച്ചയും ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ക്രിസ്തു ആരാണ്? ഇവിടെ പറയുന്നത് എന്താണ്? ഇംഗ്ലീഷിൽ നമുക്കൊന്ന് വായിക്കാം. ബട്ട് unto them which are called both Jews and Greeks Christ the power of God and the wisdom of God. ക്രിസ്തു ആരാണ്? അല്ലെങ്കിൽ ഇവിടെ ക്രിസ്തു നമ്മൾ ഇംഗ്ലീഷിൽ വാക്യം ഇംഗ്ലീഷ് ബൈബിളിൽ ക്രിസ്തു എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ എല്ലാം ഒറിജിനൽ ടെക്സ്റ്റിൽ കാണുന്ന മെസ്സയ എന്ന മെസ്സിഹ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഹീബ്രു ബൈബിളിൽ അവിടെ കാണുന്ന ഒരു പദം എന്ന് പറയുന്നത് മെസ്സിഹ എന്നാണ്. മെസ്സിഹ എന്ന് വെച്ചാൽ രക്ഷകൻ എന്നാണ്. ആരാണ് രക്ഷകൻ എന്ന് പഴയ നിയമം പറയുന്നു. ഞാൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് യെശയ്യാവ് 25:9 യഹോവ പറയുന്നു. അപ്പോൾ നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തി 1 മുതൽ ദൈവം ആദിയിൽ ആകാശങ്ങളും അല്ലെ സ്വർഗവും ഭൂമിയും ഉണ്ടാക്കി. അപ്പം ഇവിടെ നമ്മൾ വായിച്ചതാണ് വിസ്ഡം ഓഫ് ഗോഡ്. എന്താണ് വിസ്ഡം ഓഫ് ഗോഡ്? 1 കൊരിന്ത്യർ പൗലോസ് പറയാണ് വിസ്ഡം ഓഫ് ഗോഡ് ആരാണ്? ക്രൈസ്റ്റ് ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. അപ്പം ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും ആരാണ്? ക്രിസ്തുവാണ്. അപ്പം ഇവിടെ കുറിവാക്യത്തിൽ നമ്മൾ വായിച്ചെന്താണ്? വി സ്പീക്ക് ദ വിസ്ഡം ഓഫ് ഗോഡ് ഇൻ എ മിസ്റ്ററി. ക്രിസ്തു തൃത്വത്തിലെ രണ്ടാമനെന്നല്ല ബൈബിൾ പറയുന്നത്, മറിച്ച് പറയാണ് ക്രിസ്തു ആരാണ്? ദൈവത്തിന്റെ ജ്ഞാനമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാണ് ആര്? ക്രിസ്തു. അപ്പൊ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത, കണ്ടിട്ട് ജീവിച്ചിരിക്കാൻ കഴിയാത്ത, അദൃശ്യനും അക്ഷയനുമായ ഏക ദൈവത്തിന്റെ ജ്ഞാനവും ശക്തിയും വെളിപ്പെട്ടതാണ് ആരിൽ? ക്രിസ്തുവിൽ. ഹല്ലേലൂയ. അപ്പം ഈ മർമ്മം എല്ലാ ക്രൈസ്തവ സമൂഹത്തിനും എന്തിരിക്കുന്ന മറഞ്ഞിരിക്കുക അല്ലെ? മറഞ്ഞിരിക്കുകയായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് വെളിപ്പെട്ടിരിക്കുകയായിരുന്നെങ്കിൽ അവർ ദേ നെവർ സ്പീക്ക് ക്രൈസ്റ്റ് ഇസ് എ സെക്കൻഡ് പേഴ്സൺ ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറയുമായിരുന്നില്ല. ക്രിസ്തു ദൈവത്തിൽ രണ്ടാമനെന്ന് അവർ പറയുമായിരുന്നില്ല. അൺലെസ് ദേ നോ. അവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ പറയുമായിരുന്നില്ല. അപ്പൊ ഇവിടെ പറയാണ്, ബൈബിൾ പറയാണ്, പോൾ പറയാണ് ക്രൈസ്റ്റ് ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. അപ്പം ഇവിടെ പറയുന്നു ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമായ ക്രിസ്തു മറഞ്ഞിരിക്കുക. ആർക്ക് മറഞ്ഞിരിക്കുന്നു? നമ്മൾ വായിച്ചു യഹൂദന് മറഞ്ഞിരിക്കുക. ആരാണ് യഹൂദൻ? ദൈവത്തിന്റെ സ്വന്തം ജനം, സ്വന്തം ജാതി. ആ കാര്യത്തിൽ അവർക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു. കാരണം ദൈവം സവിശേഷമായി താൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിനും അവരോടുകൂടെ ഇരിക്കേണ്ടതിനും അവർക്ക് ദൈവമായും അവന്റെ ജനമായും ഇരിക്കേണ്ടതിന് തെരഞ്ഞെടുക്കപ്പെട്ട ജനം ആരെ അറിഞ്ഞില്ല? ക്രിസ്തുവിനെ അറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് പൗലോസ് പറയുന്നത്. ആരാണ് പൗലോസ്? ആ പൗലോസ് തന്നെയും മുൻപ് ആരായിരുന്നു? ഒരു യഹൂദനായിരുന്നു. തീഷ്ണമതിയായ ഒരു യഹൂദനായിരുന്നു. സാധാരണ ഒരു യഹൂദനേക്കാൾ ഉപരിയായി ദൈവത്തെ സംബന്ധിച്ച തീഷ്ണതയുള്ളവൻ. എന്നാൽ ക്രിസ്തു ദൈവമാണെന്ന് അറിയാതെ ക്രിസ്തുവിനെയും ക്രിസ്തു സഭയെ ഉപദ്രവിക്കുകയും ചെയ്തവൻ. അവൻ പറയുകയാണ്, എന്താണ് വിസ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത്? വി സ്പീക്ക് ദ വിസ്ഡം ഓഫ് ഗോഡ് ഇൻ എ മിസ്റ്ററി. ഞങ്ങൾ ആരോട് പറയുന്നു? യഹൂദനോട് തന്നെയും ഗ്രീക്കുകാരോടും പറയുകയാണ്, ക്രൈസ്റ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്, ക്രൈസ്റ്റ് ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. ഈ മിസ്റ്ററി, ഈ മർമ്മം മറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ഈ മർമ്മത്തിന്റെ പ്രത്യേകതയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഒന്നാമത്തെ കാര്യം, ഈ മിസ്റ്ററി എന്താണ് എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ രഹസ്യമാണ്, ക്രിസ്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ. രണ്ടാമത്, അത് ദൈവം പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു രഹസ്യമായിട്ടാണ്. എല്ലാവരോടും ഒരു വലിയ ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ 5-6 പേര് കൂടിയിരിക്കുന്നതിനിടയിൽ ഒരാളുടെ ചെവിയിൽ പറയുന്നതിനെയാണ് മിസ്റ്ററി അല്ലെങ്കിൽ മർമ്മം അല്ലെങ്കിൽ രഹസ്യം എന്ന് പറയുന്നത്. എല്ലാവരും കേൾക്കെ പറയാനാണെങ്കിൽ പബ്ലിക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രസ്താവിച്ചാൽ മതി. അപ്പോൾ ദൈവജനത്തിനോട്, തിരഞ്ഞെടുക്കപ്പെട്ടവരോട് രഹസ്യത്തിൽ സംസാരിച്ച് വെളിപ്പെടുത്തുന്ന ഒരു കാര്യത്തിന്
വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും ദൈവം വലിയൊരു സമൂഹത്തിൽ നിന്നും തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടതിന് വെളിപ്പെടുത്തി. ഈ എവിടെ വെളിപ്പെടുത്തി? ഇത് ഇപ്പോഴും ഈ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഇത് വായിച്ച് കടന്നു പോയിട്ട് അവർ തന്നെ പറയും ദൈവത്തിൽ 3 ആളത്തങ്ങളുണ്ട്, ദൈവം ഏകനാണ്, ആ 3 ആളത്തങ്ങളുണ്ട്, അതിൽ രണ്ടാമനാണ് ക്രിസ്തു എന്ന് പറയുമ്പോൾ ഇതേ ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ടാണ് അവർ പറയുന്നതെന്ന് ഓർക്കണം. പക്ഷേ അത് അവർക്കൊരു മിസ്റ്ററി ആയി കിടക്കുകയാണ്. അവരതിനെ മേളിക്കൂടെ നടന്നു പോകും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ സഞ്ചാരികൾ കടന്നു പോകുമ്പോൾ മനുഷ്യൻ ഭൂമിയുടെ അന്തർഭാഗത്ത് കന്നി നിക്ഷേപങ്ങൾക്ക് വേണ്ടി കുഴികൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നു. മീതെ നടക്കുന്നവർ അറിയുന്നില്ല. അനേക പ്രസംഗികൾ, അനേക മതപണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ ഇത്തരം ബൈബിൾ കോളേജുകളിൽ നിന്ന് ഡിഗ്രിയും മാസ്റ്റേഴ്സും അതുപോലെ ഡോക്ടറേറ്റും എടുത്തവർ മറഞ്ഞിരിക്കുന്നു എങ്കിൽ, ഇതൊന്നും എടുക്കാത്ത നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ തേടി കണ്ടെത്തിയതല്ല, അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ക്രൈസ്റ്റ് വിസ്ഡം ഓഫ് ഗോഡ് എന്ന് മനസ്സിലായി. ദൈവശക്തി എന്താണെന്ന് മനസ്സിലായി. നമ്മൾ ദൈവത്തിൻ്റെ ശക്തി കണ്ടതൊക്കെ, ദൈവശക്തി പഴയ നിയമം മുതൽ ഇന്ന് വരെയും വെളിപ്പെട്ടതൊക്കെയും ക്രിസ്തുവിലൂടെ അനേകർ ക്രിസ്തു വസിക്കുന്ന പാത്രങ്ങളിലൂടെ ക്രിസ്തു വെളിപ്പെടുത്തിയതാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ദൈവം വസിക്കാൻ തിരഞ്ഞെടുത്ത പാത്രമാണ്. ആ പാത്രത്തിലാണ് ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവും ദൈവം ഈ ലോകത്തിന് വെളിപ്പെടുത്തിയത്. അതേപോലെ അതേ ശക്തിയും മഹത്വവും വെളിപ്പെടുത്തുവാൻ കൃപാലുവായ ദൈവം നമ്മെയും തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം ഹല്ലേലൂയ നമ്മെ അവൻ്റെ മഹത്വത്തിന് പാത്രമാക്കി തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് വായിക്കാം ആ വാക്യം. എഫേസ്യ ലേഖനം ആമേൻ. നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവ് സംബന്ധിച്ച് കർത്താവിൻ്റെ കരുണയുടെ ബാഹുല്യ നിമിത്തം നമ്മെ എന്ത് ചെയ്തു? കൃപയാൽ രക്ഷിച്ചു വീണ്ടെടുത്തു. എഫേസ്യ സഭയുടെ അല്ലെങ്കിൽ കൊലോസ്യ സഭയുടെ, ഫിലിപ്പിയ സഭയുടെ അല്ലെങ്കിൽ തെസലോനിക്ക സഭയുടെ പ്രതീകമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അവരാരും ദൈവത്തിൽ 3 ആളത്തങ്ങളെ കണ്ടുപിടിച്ചിരുന്നില്ല. അവരെല്ലാവർക്കും ദൈവം ഉൽപ്പത്തി 1:1 മുതൽ ഇസ്രായേൽ മക്കളോട് ഇടപെട്ട് വന്നിരുന്ന അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ ക്രിസ്തുവായി വെളിപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന ദൈവസഭയുടെ ഭാഗമാണെങ്കിൽ നാമാണ് ഇന്ന് അല്ലെങ്കിൽ നമ്മെ പോലെയുള്ള വളരെ അപൂർവങ്ങളായ ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് ഈ കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെട്ടത്. ഹല്ലേലൂയ. കാരണം ബൈബിൾ പറയാണ് അകൃത്യങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചവരായിരുന്നു. നമ്മൾ പൂർണ്ണമായും ദൈവത്തിൽ നിന്നും വേർപെട്ടവരായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ ആദം തുടങ്ങി ഇങ്ങോട്ട് സകല മനുഷ്യരിലും വാണിരുന്ന പാപരാഗമോഹങ്ങൾ നിമിത്തം ദൈവസന്നിധിയിൽ നിന്ന് ഉള്ള വേർപാടാകുന്ന മരണത്തിന് കീഴിൽ അടിമപ്പെട്ട് ജീവിച്ചു വന്നിരുന്ന നമ്മെ കർത്താവ് തൻ്റെ കൃപയുടെ ബഹുത്വപ്രകാരം ക്രിസ്തു യേശുവിൻ്റെ മരണത്താൽ നമ്മെ വീണ്ടെടുത്തു, രക്ഷിച്ചു. അപ്പോൾ അങ്ങനെ രക്ഷിച്ച ആ ദൈവം ഒരു രഹസ്യമായി, ഒരു മർമ്മമായി തനിക്ക് പ്രിയപ്പെട്ടവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന അതേ സമയം തന്നെ ഈ ബൈബിൾ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥമായി പ്രസ്താവിക്കുന്ന പെന്തക്കോസ്ത് വരെയുള്ള ആളുകൾക്ക് ഇതിന്നും ഒരു മിസ്റ്ററിയായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. പ്രൈസ് ദി ലോർഡ്. അടുത്തതായി ഈ വാക്യം നമ്മൾ കീറിമുറിച്ച് പരിശോധിക്കുമ്പോൾ പറയുകയാണ്, ഇതെന്താണ്? ഇവിടെ പറയാണ്, ഹൗ ബെയ്റ്റ് വി സ്പീക്ക് വിസ്ഡം ഓഫ് ഗോഡ് ഇൻ എ മിസ്റ്ററി, ഈവൻ ദ ഹിഡൻ വിസ്ഡം. എന്ത് വിസ്ഡമാണ്? ഹിഡൻ വിസ്ഡമാണ്, മറയപ്പെട്ട രഹസ്യമാണ്. ഹല്ലേലൂയ. ഇത് ആർക്കും വെളിപ്പെടാതെ വേണം ഏതെങ്കിലും ഗുഹകളിലോ ഏതെങ്കിലും പിളർപ്പിലോ അല്ലെങ്കിൽ മനുഷ്യരാർക്കും കാണാൻ കഴിയാത്തടത്തോ മറച്ചു വെച്ചിട്ടില്ല. പിന്നെ എവിടെയാണ് മറച്ചു വെച്ചേക്കുന്നത്? ബൈബിളിനകത്ത് തന്നെ മറച്ചു വെച്ചിരിക്കുക.
വരികളുടെ ഇടയിൽ ഇത് മറച്ചു വെച്ചിട്ടുണ്ട്. ഇത് മറയ്ക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും ഇത് വെളിപ്പെടുവാൻ ദൈവം നിയോഗിച്ചവർക്ക് വെളിപ്പെടേണ്ടതിന് ഇത് എല്ലായിടത്തും പല വചനങ്ങളിലൂടെ ദൈവം ഇതിനെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ വചനങ്ങളിലേക്ക് തുടർന്ന് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ മർമ്മം ഇതെന്താണ്? ഇതൊരു ഹിഡൻ വിസ്ഡമാണ്. ഇത് മറയ്ക്കപ്പെട്ട മർമ്മമാണ്. ഈ മിസ്റ്ററി എന്താണ്? ക്രൈസ്റ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്, ക്രൈസ്റ്റ് ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും ക്രിസ്തുവാണ്. ഏക ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയും വെളിപ്പെടുവാൻ ദൈവം മനുഷ്യരെ സ്നേഹിക്കേണ്ടതിന്, മനുഷ്യരെ വീണ്ടെടുപ്പുകാരനായി തീരേണ്ടതിന്, മനുഷ്യരെ രക്ഷിച്ച് മനുഷ്യരിൽ വസിക്കേണ്ടതിന് ആത്മാവായ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് ക്രിസ്തു. മറിച്ച് ക്രിസ്തു ദൈവം മറ്റൊരുവനും ക്രിസ്തു വേറൊരുവനുമല്ല. ക്രിസ്തു അദൃശ്യനും ഏകനുമായ ദൈവത്തിൻ്റെ സാക്ഷാൽ മറയപ്പെട്ട വെളിപ്പാടിൻ്റെ പ്രതിരൂപമാണ്. അതുകൊണ്ടാണ് കൊളോസ്യർ 1:15 പറയുന്നത്, ക്രൈസ്റ്റ് ഈസ് ദ ഇമേജ് ഓഫ് ഇൻവിസിബിൾ ഗോഡ് എന്ന് പറയുന്നത്. ക്രൈസ്റ്റ് ഈസ് ദ വിസിബിൾ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ രൂപമാണ് എന്ന് ബൈബിൾ പറയുമ്പോൾ, അല്ലല്ല, ക്രിസ്തു ദൈവത്തിൽ രണ്ടാമനാണ് എന്ന് അനേക സഭകൾ പറയുന്നു. നമ്മൾ ഏത് വിശ്വസിക്കും? സഭകൾ പറയുന്നത് വിശ്വസിക്കണമോ, നമ്മൾ ബൈബിൾ പറയുന്നത് വിശ്വസിക്കണമോ? ഹല്ലേലൂയ. സഭകൾ പറയുന്ന അതേ ബൈബിൾ തന്നെയാണ് നമ്മൾ. സഭകൾ പറയുന്ന ക്രിസ്തു രണ്ടാമനാന്ന് പറയുന്ന അതേ ബൈബിളിൽ നിന്നാണ് നാം സംസാരിക്കുന്നത്. ബൈബിൾ പറയുന്നു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്, അദൃശ്യനായ ദൈവത്തിന്റെ വിസിബിളായ കാണാൻ കഴിയുന്ന പാത്രമാണ്, അല്ലെങ്കിൽ ദൃശ്യരൂപമാണ് എന്ന് ബൈബിൾ പറയുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് അടുത്ത വാക്യം പറയുകയാണ്, ഇത് ഒരു ഹിഡൻ വിസ്ഡമാണ്. ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇത് മറച്ചിരിക്കുന്നു എന്നാണ് 1 കൊരിന്ത്യർ നമ്മൾ 25 വായിക്കുന്നത്, അല്ലേ? നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ തുടർച്ച എന്തായിരുന്നു? 1 കൊരിന്ത്യർ 24-25. ഇവിടെ എന്താ പറയുന്നത്? ബട്ട് unto them which are called both Jews and Greeks, Christ the power of God and the wisdom of God. Because the foolishness of God is wiser than men, and the weakness of God is stronger than men. For ye see your calling, brethren, how that not many wise men after the flesh, not many mighty, not many noble are called. But God hath chosen the foolish things of the world to confound the wise, and God hath chosen the weak things of the world to confound the things which are mighty. And base things of the world, the things which are despised, hath God chosen, yea, things which are not, to bring to naught things that are, that no flesh should glory in his presence. But of him are ye in Christ Jesus, who of God is made unto us wisdom and righteousness and sanctification and redemption, that according as it is written, he that glorieth, let him glory in the Lord. താഴോട്ടൊന്ന് വായിക്കാം മലയാളത്തിൽ. 26 മുതൽ 27 മുതൽ വായിച്ചു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ആമേൻ. അപ്പൊ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രശംസയ്ക്ക് പാത്രമായിട്ട് നമ്മൾ ഏതെങ്കിലും വലിയ വലിയ തിയോളജിക്കൽ സെമിനാരിൽ പോയി ദൈവവചനം പഠിച്ചവരല്ല നമ്മൾ. പിന്നെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഈ അനേകർക്കും മറഞ്ഞിരിക്കുന്ന, അനേകർക്ക് ഗ്രഹിക്കാൻ ഇപ്പോഴും കഴിയാത്ത, അവരുടെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, അവർ ഘോരം അവരുടെ പഠിക്കുന്ന പ്രസ്താവനയെ സാധൂകരിക്കേണ്ടതിന് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതുമില്ലാത്ത കുലീനത്വം നമുക്ക് അവകാശപ്പെടാനില്ല. കാരണം അത് അവകാശപ്പെടാനുണ്ടെങ്കിൽ ഏറ്റവും ഉള്ളത് യഹൂദനാണ്. വലിയ വിദ്യാഭ്യാസത്തിൻ്റെ വലിയ വലിയ ഡിഗ്രികൾ നമുക്ക് അവകാശപ്പെടാനില്ല.
കായികമായി എന്തും നേടാൻ കഴിയുന്ന ശക്തിയും ബലവും സാമ്പത്തിക ബലവും ഒന്നും നമുക്കില്ല. പക്ഷെ ഒന്നുമില്ലാത്ത, ഏതുമില്ലാത്ത നമ്മെ ദൈവം തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ കൃപാസമ്പന്നത നമ്മളിൽ വെളിപ്പെടുത്തേണ്ടതിന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മൂന്നാമതായി നമ്മൾ കണ്ടത് ഹിഡൻ വിസ്ഡമാണ്. നാലാമതായി എപ്പോഴാണ് അല്ലെങ്കിൽ ആർക്കാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുകയാണ്. എന്താണ് അവിടെ വാക്യത്തിൽ പറയുന്നത്? ഇവിടെ പറയുകയാണ്, the hidden wisdom which God ordained before the world began. ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്ത് ചെയ്തു? ഇതിനെ, ഈ വിസ്ഡം നിയോഗിച്ചു. ആർക്കുള്ളതാണ് എന്ന് നിശ്ചയിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാനും നിങ്ങൾ ലോകത്തിലേക്ക് വന്നിട്ട് തിരഞ്ഞെടുത്തതല്ല. ഈ തിരഞ്ഞെടുപ്പിൻ്റെ ചോയ്സ് ആർക്കും ദൈവം കൊടുത്തിട്ടില്ല. ആർക്കെങ്കിലും ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാണെന്നും വല്ല മനസ്സിലാക്കണമെങ്കിൽ ദൈവം ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് അവരെ നിയോഗിക്കണം, മുൻ നിയമിച്ചിരിക്കണം. ഹല്ലേലൂയ, സന്തോഷമില്ലേ? തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം ഉണ്ടാകണം. കാരണം ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് എന്നെയും നിങ്ങളെയും യേശു ക്രിസ്തുവിൽ ദൈവം തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അനാദി നിർണയപ്രകാരം ദൈവം തിരഞ്ഞെടുത്തു എന്നാണ് ബൈബിൾ പറയുന്നത്. എഫേസ്യ ലേഖനത്തിൽ പറയുന്ന അനാദി നിർണയം 1-ാമത്തെ അധ്യായത്തിൽ. അടുത്ത വാക്യം അവിടെ വായിക്കുന്നത്, ദൈവം നമ്മെ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ഹിഡൻ മിസ്റ്ററി നമ്മിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി നമ്മെ മുൻ നിയമിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇനി അത് ആർക്കാണ്, എന്തിനു വേണ്ടിയാണ് ദൈവം ഈ മിസ്റ്ററി നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുന്നത്. എന്തിനു വേണ്ടിയാണ് അവിടെ പറയുന്നത്? അവിടെ പറയാണ്, ഫോർ അവർ ഗ്ലോറി. നമ്മുടെ മഹത്വത്തിന് അല്ലെങ്കിൽ നമ്മുടെ തേജസ്കരണത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്തു വെച്ചേക്കുന്നത്? ഈ മിസ്റ്ററി ദൈവം മറച്ചു വെച്ചിരുന്നത്. ഹല്ലേലൂയ. എല്ലാവരും തേജസ്കരിക്കപ്പെടരുത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ലോകം സൃഷ്ടിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായ പാത്രങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ്കരണം വെളിപ്പെടണം. എന്നിലും നിങ്ങളിലും ദൈവത്തിൻ്റെ തേജസ് ഉണ്ടാകാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തത്? ഈ മിസ്റ്ററി ഇത് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഈ കാര്യങ്ങളെ അധികമായി പുതിയ നിയമത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോസ്തലനായ പൗലോസ് ആണെന്ന് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എപ്പോഴാണ് ഈ തേജസ്കരണം സംഭവിക്കുന്നത്? ഈ തേജസ്കരണം സംഭവിക്കുന്നത് കർത്താവിൻ്റെ വരവിങ്കലാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിങ്കിൽ തേജസ്കരിക്കപ്പെടേണ്ടവരെ ലോകം സൃഷ്ടിക്ക് മുമ്പ് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. ഇടയ്ക്ക് ഓടി വന്ന് നമുക്ക് അതിലേക്ക് കയറാൻ പറ്റില്ല. ദൈവം മുൻ കണ്ടവരെ, മുൻ നിയമിച്ചവരെ, ദൈവത്തിൻ്റെ ആ കൃപയുടെ പാത്രങ്ങളായി ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് തിരഞ്ഞെടുത്തവരെ കാലത്തിൻ്റെ സമ്പൂർണതയെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളുടെ ആത്മീയ മർമ്മങ്ങളെ തിരുവെഴുത്തുകളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് അതിനെ വെളിപ്പെടുത്തി തരുമ്പോൾ അതിന് ആമേൻ പറയുന്നവർക്ക് മാത്രമാണ് മുന്നോട്ടുള്ള ജീവിത വഴികളിൽ ആ തേജസ്കരണത്തിൻ്റെ നാൾ വരെയും ഈ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ യാത്രയിൽ ഭാഗമായിരിക്കാൻ കഴിയുകയുള്ളൂ. ഇടയ്ക്ക് ആർക്കും വന്ന് ഇതിനകത്തേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടുവരാൻ കഴിയില്ല. നമുക്കിത് ബുദ്ധിയുടെ മണ്ഡലത്തിൽ കാണിച്ചു കൊടുക്കാം. ശരിയാ ബ്രദർ, നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് അവർക്ക് അംഗീകരിക്കാം. പക്ഷേ അവരെ ഓർഡൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് നിലനിന്ന് പോകാൻ കഴിയില്ല. മുന്നോട്ട് നിലനിന്ന് പോകണമെങ്കിൽ ലോക സൃഷ്ടിക്ക് മുമ്പ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ടാവണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില വാക്യങ്ങൾ വായിച്ചിട്ട് ഈ തേജസ്കരണവുമായി ബന്ധപ്പെട്ട ചില വാക്യങ്ങൾ വായിക്കേണ്ടതിന് നമുക്ക് വായിക്കാൻ വേണ്ടി യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 ജോൺ 3:2. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. നാം ഇപ്പോൾ അതാണ് വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവരോട് സദൃശന്മാരാകും നാം അറിയുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ ദൈവസഭയോട് പറയുകയാണ്, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നമുക്കറിയാം, ജനറലി പെന്തക്കോസ്തുകാരെല്ലാം അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാം
ദൈവമക്കളാണ്. അപ്പോൾ ദൈവമക്കളാണ് എന്ന് നാം വിശ്വസിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മിൽ മാംസമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എപ്രകാരം ദൈവത്തിൻ്റെ വചനം ക്രിസ്തുവിൽ മാംസമായി വെളിപ്പെട്ടതുപോലെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ മാംസത്തിൽ അനേകർക്ക് കാണാൻ കഴിയുന്ന സ്വഭാവം രൂപീകരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ശരീരത്തിലൂടെ, നമ്മുടെ വികാരങ്ങളിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ സംഭാഷണത്തിലൂടെ, നമ്മുടെ കാഴ്ചകളിലൂടെ, നമ്മുടെ സഹതാപത്തിലൂടെ, നമ്മുടെ മാനുഷികമായ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലൂടെയും ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നാം ദൈവത്തിൻ്റെ വചനം സംബന്ധിച്ച് ക്രിസ്തു നമ്മിൽ വസിക്കുന്നുവെന്നത് അനേകർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ നമ്മളിൽ വെളിപ്പെടണം. അതിനെയാണ് ദൈവവചനം നമ്മിൽ മാംസമാകുക എന്ന് പറയുന്നത്. അല്ലെ, ദൈവവചനം നമ്മിൽ പ്രാക്ടിക്കലായി ലോകത്തിന് കാണാൻ കഴിയുന്നതാകുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ പറയണ അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ മാത്രമേ നമ്മളിപ്പോഴായിട്ടുള്ളൂ. എന്നിട്ട് പറയണ എപ്പോഴാണ് നമ്മൾ അതാകാൻ പോകുന്നത്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ എന്ത് സംഭവിക്കും? നാം എന്ത് ചെയ്തു? അവൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരായി തീരും. കർത്താവ് തേജസ്സോടുകൂടി വാനമേഘങ്ങളിൽ പ്രത്യക്ഷമാകുമ്പോൾ അവൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നത് അരളിയ ആ കാഹള ധ്വനിയെങ്കിലാണ്. ആ കാഹള ധ്വനി സംഭവിക്കുമ്പോൾ ബൈബിൾ പറയുകയാണ്, നാം എല്ലാവരും എന്തായി തീരും? നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെട്ട് തേജസ്സുള്ള ശരീരങ്ങൾ ആയി മാറും. അതുകൊണ്ടാണ് നമുക്ക് എടുത്തുകൊള്ളപ്പെടൽ സംഭവിക്കുമ്പോൾ നമ്മളിവിടെ ഇട്ടിരിക്കുന്ന പാൻറ്റും ഷർട്ടും എന്താണ്, നമ്മൾ ഉടുത്തിരിക്കുന്ന മുണ്ടും നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊന്നും എന്ത് ചെയ്യില്ല, മഹത്വത്തിലേക്ക് പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിനെ ദൈവം വസ്ത്രമുണ്ടാക്കി ഉടുപ്പിച്ചില്ല ആദ്യത്തതിൽ. കാരണം അവൻ എന്തുണ്ടായിരുന്നു? തേജസ്സിൻ്റെ ഒരു വസ്ത്രം അവനെ മൂടിയിരുന്നു. അവൻ തേജസ്സുള്ളവനാക്കപ്പെട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ അവൻ പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവന് പിന്നീട് അത്തിയിലെയും പിന്നീട് ദൈവം തന്നെ അവനെ അലടിയ ആ ഒരു അല്ലെങ്കിൽ എന്താ പറയുക, തോല് കൊണ്ടുള്ള ഒരു ഉടുപ്പ് കൂടി അണിയേണ്ടി വന്നത്. ആ തോലിൽ നിന്ന് നമ്മൾ ഇന്ന് ബഹുദൂരം സഞ്ചരിച്ച് ആലടിയ വളരെ നേർത്തതും വളരെ വിലയേറിയതുമായ വിശേഷപ്പെട്ട വസ്ത്രങ്ങളിലേക്ക് വന്നുവെങ്കിലും നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നാം നവീകരണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ, കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സർവാഭരണ വിഭൂഷിതരായി എത്ര നല്ല വസ്ത്ര അലങ്കാരത്തോടെ ഇവിടെ ജീവിച്ചാലും നാം ഇവിടുന്ന് രൂപാന്തരപ്പെട്ടു പോകുമ്പോൾ ദൈവം ഉയരത്തിൽ നമുക്ക് നൽകുന്ന തേജസ്സിൻ്റെ വസ്ത്രവുമായിട്ട് നമ്മൾ പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വാനമേഘത്തിൽ അവൻ എങ്ങനെ പ്രത്യക്ഷനാകപ്പെട്ടിരിക്കുന്നുവോ അതേ തേജസ് ധരിച്ചുകൊണ്ടാണ് നമ്മൾ രൂപാന്തരപ്പെട്ടു പോകുന്നത്. നമുക്ക് വായിക്കാം 1 തെസ്സലോനിക്കർ 4-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 4:13 മുതൽ. അത് തന്നെയാണോ? സഹോദരന്മാരെ, നിങ്ങൾ വ്യത്യാസമില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് അതന്നെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ പുറത്തെഴുന്നേൽക്കുകയും ചെയ്തു. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് ഒരു ആശ്വാസത്തിൻ്റെ പ്രബോധന വാക്യം പറയുകയാണ്. എന്താണ്? ഈ ലോകത്തിൽ ഒരുപാട് കഷ്ടതയും പ്രയാസമൊക്കെ ദൈവമക്കൾക്കുണ്ട്. സമൃദ്ധിയിൽ ആറാടിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ കൊണ്ടുവന്നത്. നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിന് ഓരോരോ കഷ്ടങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തുന്നത്.
ആ കഷ്ടതയിൽ നാം പ്രാർത്ഥിക്കും, ദൈവം നമ്മെ വിടുവിക്കും, വീണ്ടും ഒരു കഷ്ടത നമ്മെ തേടി വരും. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ അലട്ടുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്യമാണ്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ എന്താകരുത്, ദുഃഖിക്കാതിരിക്കരുത്. കാരണം ലോകത്തിൽ വരുവാനുള്ള ലോകത്തെ സംബന്ധിച്ച്, മരണാനന്തരം ദൈവത്തോടു കൂടിയുള്ള ഒരു വസതിയെ സംബന്ധിച്ച് യാതൊരു തിരിച്ചറിവുമില്ലാതെ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും വഴികളിലും ജീവിച്ച് സുഖിച്ചും ആനന്ദിച്ചും ആർഭാട ജീവിതം നയിച്ചും വക്രതയും വഞ്ചനയും കാണിച്ചും എല്ലാ തരത്തിലും ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകുന്നവരെ സംബന്ധിച്ച് ബൈബിൾ പറയുകയാണ്, അവർക്കൊരു പ്രത്യാശയില്ല. കാരണം മറ്റൊരു ലോകത്തിലേക്ക് പോകണമെങ്കിൽ ഈ വിധ ജീവിതത്തിൽ ഇവിടെ തുടർന്നാൽ മതിയാകയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ പോലെ നിങ്ങൾ ആകരുത് എന്ന് ഞങ്ങൾ, എന്ന് വെച്ചാൽ വിശുദ്ധന്മാർ അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല. അതായത് കർത്താവിൻ്റെ വരവ് വരെ നമ്മൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മളൊരിക്കലും മരിച്ച് മൺമറഞ്ഞു പോയവരുടെ മുമ്പേ പ്രവേശിക്കത്തില്ല. ഹല്ലേലൂയ. ആദ്യം ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരെ ഉയർത്തെഴുന്നേൽക്കും. എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവ് മഹാകാഹള ധ്വനിയോടുകൂടി സ്വർഗത്തിൽ നിന്ന് ലോകസ്ഥാപനത്തിലെ മുൻ നിയമിക്കപ്പെട്ട വിശുദ്ധന്മാർ, അവർ മരിച്ചുപോയവരിലെയും തത്സമയം ജീവനോട് ഇരിക്കുന്നവരെയും തേജസ്കരണത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച് മേഘങ്ങളിലേക്ക് കർത്താവ് താനായി വന്ന് നിൽക്കുന്ന മധ്യാകാശത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടേണ്ടതിന് നമ്മെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ പുതിയ വസ്ത്രം ധരിച്ച്, തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ച് നാം മരിച്ചവർക്ക് മുമ്പാകെയില്ല, മരിച്ചവർക്കും അതിനുശേഷം നാം ഇരുവരും ഒരുമിച്ച് എന്തു ചെയ്യും, കർത്താവിനെ എതിരേൽക്കേണ്ടതിന് ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. എന്നിട്ട് പറയണം, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ മഹാസന്തോഷത്തിൻ്റെ നാളുകളിലേക്ക് നമുക്കൊരു പാട്ടുണ്ട്, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കാം. അപ്പോൾ ദൈവസഭയ്ക്കകത്തുള്ള വിശുദ്ധന്മാരായ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇങ്ങനൊരു അവസരം നമുക്ക് വരുന്നുണ്ട്. ഇതായിരിക്കണം കഷ്ടതയുടെ നടുവിൽ നമ്മുടെ ആശ്വാസ വചനം. ഇത് നമ്മൾ അന്യോന്യം പങ്കുവയ്ക്കണം. നമ്മുടെ എടുത്തുകൊള്ളപ്പെടൽ സമീപിച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ അവസാനിക്കും. പിന്നെ നാം നിത്യം കർത്താവിനോടുകൂടെ വാഴും, സന്തോഷിക്കും എന്നുള്ളത് ആണ് ഓർമ്മപ്പെടുത്തുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 50 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ കൂടി വായിക്കാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണുവയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധരിക്കും, മരിച്ചവരെ അക്ഷരായി ഉയർത്തുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നത് എഴുതിയിരിക്കുന്ന വചനം മതി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിലെ സഭയോട് പറയുകയാണ്, സഹോദരന്മാരെ, മാംസരക്തങ്ങൾ എന്ത് ചെയ്യില്ല, സ്വർഗരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല. കാരണം ഈ മാംസവും രക്തവും പാപരാഗമോഹങ്ങളാൽ ഉളവാക്കപ്പെട്ടതാണ്. ഈ ശരീരത്തിന്, ഈ താഴ്ചയുള്ള ശരീരത്തിന് ഈ ലോകത്തോടുള്ള പ്രതിബദ്ധത നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ കഴിയുകയില്ല. കാരണം ഇത് ശരീരത്തിൻ്റെ നൈസർഗികമായ സ്വഭാവമാണ്. ഇത് ആദാമിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്.
അതുകൊണ്ട് ഈ ശരീരം എന്ത് ചെയ്യില്ല, സ്വർഗരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ഒരാശ്വാസം ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുകയാണ്. എങ്കിലും ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, ഞാനൊരു രഹസ്യം നിങ്ങളോട് പറഞ്ഞു തരാം. എന്താണത്? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണ് ചിമ്മുന്ന സമയത്തിനുള്ളിൽ എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. ഇത് കണ്ടു നിന്ന് കുറേ പേർക്ക് രൂപാന്തരപ്പെടാനുള്ള അവസരമുണ്ടോ? ഇല്ല. അത്രയും വേഗത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ട്രാൻസിഷൻ നമ്മൾ ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജീവനുള്ള ജീവിച്ചിരിക്കുന്ന വിശുദ്ധ സഭയിലുള്ള അംഗങ്ങൾക്ക് ഗ്ലോബലി, സാർവത്രികമായി സർവ്വഭൂമിയിലും ഒരു സമയമുണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യും? നാം എല്ലാവരും ആ ഒരൊറ്റ സമയത്ത് രൂപാന്തരപ്പെടും. അപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ കിടക്കമേലാണ്, കിടക്കയിൽ ഉരിഞ്ഞു വീഴും. നിൽക്കുന്ന ജോലി സ്ഥലത്താണെങ്കിൽ കൃഷി സ്ഥലത്ത് വീഴും. ഫാക്ടറിയിൽ ജോലിയാണ്, അവിടെ വീഴും. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ കിടക്കും. അപ്പോൾ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഉറങ്ങിക്കിടക്കുന്നവരും അങ്ങനെയുള്ള എല്ലാവരും ക്ഷണനേരത്തിൽ കണ്ണൊന്നും ചിമ്മുന്ന നേരം എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് പോലും വേണ്ട, ഒരു സെക്കൻഡിൽ 10-60 പ്രാവശ്യം കണ്ണിയുമ്പോൾ അത്രയും വേഗത്തിൽ കർത്താവിൻ്റെ ജീവനുള്ള വിശുദ്ധ സഭ ഈ മാംസരക്തങ്ങൾ വിട്ട് കർത്താവിൻ്റെ സമമായ തേജസ്സുള്ള ഒരു ശരീരം ധരിച്ച് രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ദ്രവത്വമുള്ളത്, ഈ എന്ത് ചെയ്യുന്ന പെരീഷബിളായിട്ടുള്ള ഈ ശരീരം എന്ത് ചെയ്യും? ദ്രവിക്കാത്ത, മാറ്റം വരാത്ത, കാലസമയ ഭേദങ്ങൾക്ക്, ഏജിന് മാറ്റമുണ്ടാക്കാൻ കഴിയാത്ത ഒരു തേജസ്സുള്ള ശരീരത്തിലേക്ക് നാം മാറ്റപ്പെടും. നിത്യമായ ഒരു ശരീരത്തിലേക്ക് നാം മാറ്റപ്പെടും. ഇതിനെക്കുറിച്ചാണ് കർത്താവ് ഭൂമിയിൽ പോകുന്നതിന് മുമ്പ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, പോകാഞ്ഞാൽ എന്ത് ചെയ്യില്ല, കാര്യസ്ഥൻ വരികയില്ല. ഞാൻ പോയി നിങ്ങൾക്ക് വസതി ഒരുക്കിയിട്ട് പിന്നെയും വന്ന് നിങ്ങളെ ചേർക്കും. അപ്പോൾ ദൈവം ഒരുക്കിയിരുന്ന വസതിയാണ് നമ്മുടെ തേജസ്സിൻ്റെ ശരീരം. ഈ വസതി മാറി തേജസ്സുള്ള ഒരു ശരീര വസതിയിലേക്ക് നാം മാറും. ആ ശരീരത്തിൽ ശരീരം ഒരുക്കാനായിട്ട് കർത്താവ് പോയിരിക്കുന്നു. ആ ശരീരത്തെ പ്രാപിക്കണമെങ്കിൽ നാം ദൈവവചനപ്രകാരം ഈ ശരീരത്തിൻ്റെ പാപരാഗമോഹങ്ങളിൽ നിന്ന് തേജസ്സുള്ളൊരു ശരീരത്തിലേക്ക് മാറുവാനുള്ള പ്രോസസ്സിന് കർത്താവിൽ ആശ്രയിച്ചുള്ളൊരു വിശുദ്ധ ജീവൻ നയിക്കേണ്ടതുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും, ഈ ദ്രവിച്ചു പോകുന്നത് അദ്രവത്വമാകുന്ന ഇംപെരീഷബിളായിട്ടുള്ള ഒരു ശരീരത്തെയും ധരിക്കുന്ന സമയത്ത് വചനം പറയുന്നു, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. മരണം നീങ്ങിപ്പോയിരിക്കുന്നു, ജയം വന്നിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് എഴുതിയ വചനം നിവർത്തിയാകും എന്ന് ദൈവവചനം പറയുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, 5:19, ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ആമേൻ. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപ്പോസ്തോലികമായ സുവിശേഷത്തിന്റെ ശുശ്രൂഷ മുഖാന്തരം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ദൈവത്തോടുള്ള നിരപ്പിന്റെ വചനം പ്രാപിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെയും അവരുടെ ശുശ്രൂഷയെയും തിരസ്കരിക്കുകയും അപ്പോസ്തലന്മാർക്ക് തെറ്റുപറ്റിപ്പോയി എന്നും യേശു പറഞ്ഞ മത്തായി 28:19 കൽപ്പനയല്ല പത്രോസും ശേഷം അപ്പോസ്തലന്മാരും ചെയ്തതെന്നും പറഞ്ഞ് വാദിക്കുകയും ചെയ്യുന്നവർക്ക് അത് നിരപ്പിൻ്റെ ശുശ്രൂഷയല്ല. എന്താണ് നിരപ്പ്? ദൈവത്തോട് നിരപ്പാക്കാൻ നമുക്ക് ദൈവം നൽകിയ ശുശ്രൂഷയാണ് അപ്പോസ്തോലിക ഉപദേശം. ഇവിടെ 5-ന്റെ ആദ്യത്തിൽ വായിക്കുകയാണ്, പൗലോസ് പറയുകയാണ്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ. അതായത് പൗലോസ് പറയാണ്, പൗലോസ് സ്വയം പറയുന്നത് ആരായിട്ടാണ്? ആത്മാവായി നിന്നോട് പറയാണ്. പൗലോസ് എന്ന ആത്മാവ് അത് വസിക്കുന്ന ശരീരത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ ആത്മാവല്ലേ, നമ്മുടെ ആത്മാവിൻ്റെ പേരാണ് നമുക്ക് ഓരോരുത്തരും വീട്ടിൽ മാതാപിതാക്കൾ ഇട്ട് തന്നേക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ പേരല്ല, അത് ജഡമാണ്. അപ്പോൾ ആ ജഡത്തിൽ ഇരുന്നുകൊണ്ട് പൗലോസ് പറയാണ്, ഈ ജഡം
ഈ കൂടാരമാണ്. എന്ത് കൂടാരം? ഞങ്ങൾ പാർക്കുന്ന കൂടാരം. ഈ ഭൗമികമായ ഭവനം അഴിഞ്ഞു പോയാൽ എന്തുണ്ട്? കൈപ്പണിയല്ലാത്ത സ്വർഗത്തിലെ ദൈവം ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് ആ ഒരു ശരീരം ഞങ്ങൾക്ക് ദാനമായി, നമ്മുടെ പ്രയത്നഫലം കൊണ്ട് നമ്മൾ നേടുന്നതല്ല, ദൈവത്തിന് നമ്മളോട് കൃപ തോന്നി ദാനമായി നൽകുന്ന ഒരു സ്വർഗീയ ഭവനം, ഒരു കെട്ടിടം നമുക്കുണ്ട്. അതാണ് അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നമ്മളോട് പറയുമായിരുന്നു. ആ ഒരു ഭവനം ഉണ്ടെന്ന് അറിയുന്നു. അപ്പോൾ 6-ാമത്തെ വാക്യം, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടിട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികൾ ആയിരിക്കുന്നു എന്നും അറിയുന്നു. ഹല്ലേലൂയ. ആകയാൽ കാഴ്ചയാലല്ല വിശ്വാസത്താൽ എത്ര ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ശരീരം വിട്ടാലും ശരീരത്തിൽ വസിച്ചാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ശരീരത്തിലിരുന്നാലും ഇത് വിട്ടുപോയാലും ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിവാഞ്ച, ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിനെ പ്രസാദിപ്പിക്കണം. എന്തുമാത്രം മാറ്റം നമ്മളിൽ ഉണ്ടാവണം. നമ്മുടെ ഇന്നത്തെ അവസ്ഥ നമ്മളൊന്ന് തുലനം ചെയ്താൽ എത്രമാത്രം നമ്മളിലൊരു മാറ്റമുണ്ടായെങ്കിലാണ് നമ്മൾ ഈ ശരീരത്തിരുന്നാലും ഈ ശരീരം വിട്ടാലും വരുവാനുള്ള ലോകത്ത് എത്തിച്ചേരേണ്ടതിന് കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടവരാണ് എന്ന് നമ്മൾ അറിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായസ്ഥാനത്തിന് മുമ്പാകെ വെളിപ്പെടണം. നമ്മുടെ ശരീരത്തിലിരിക്കുമ്പോൾ നമ്മൾ തെറ്റും ശരിയും ചെയ്ത് എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ പ്രതിഫലം വാങ്ങേണ്ടതിന് നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു. അടുത്ത വാക്യം വായിക്കേണ്ടതിന് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കും. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ആരാണ്? കർത്താവ് യേശു ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ ഏക ദൈവം തന്നെ തൻ്റെ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന എല്ലാം സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലത്തിൻ്റെയും അധികാരിയായവൻ, സകല നാമത്തിനും മേലായ നാമം ഉള്ളവൻ, ആ തൻ്റെ ശക്തി കൊണ്ട് എന്തു ചെയ്യും? നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ ദ്രവിച്ചും ക്ഷീണിച്ചും തളർന്നും മടുത്തും ശുഷ്കിച്ചും വരണ്ടും ജരാനരകൾ ബാധിക്കുന്ന ഈ ശരീരത്തെ എന്താക്കി മാറ്റും? തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി തീർക്കും. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. 1 കൊരിന്ത്യർ 15:24 ഒന്ന് പോവാം. അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. സകല ശത്രുക്കളെയും അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴായിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ അത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. എന്ന് വെച്ചാൽ ജഡത്തിൽ വെളിപ്പെട്ട് ആത്മാക്കളെ ദൈവം മുൻ നിയമിച്ച സകല ആത്മാക്കളുടെയും വീണ്ടെടുപ്പ് സാധിക്കുന്നത് വരെയും നമുക്കറിയാം. അവൻ ഇന്ന് 1 യോഹന്നാൻ 2:1 പറയുന്നത് പോലെ
കാര്യസ്ഥനായി, മധ്യസ്ഥനായി, സുവിശേഷത്തിൻ്റെ പീരീഡുകൾ, കൃപയുടെ കാലഘട്ടങ്ങളും നിലനിൽക്കുന്നത് വരെയും ഇപ്പോൾ കർത്താവ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിക്ക് എഴുതുമ്പോൾ പറയുന്ന പോലെ മധ്യസ്ഥനായിട്ടും വക്കീലായിട്ടും കാര്യസ്ഥനായിട്ടും നമ്മളെ വഴികാട്ടിയായിട്ടും എല്ലാം ഇപ്പോൾ ദൈവസന്നിധിയിൽ ഉള്ള കർത്താവ് എല്ലാ ആദാം നഷ്ടപ്പെടുത്തി കളഞ്ഞ പുത്രത്വവും ദൈവകുടുംബത്തിൻ്റെ അവസ്ഥയും മടക്കി വരുമ്പോൾ സകലതും ആരളിയ ജഡത്തിൽ വെളിപ്പെട്ട പുത്രൻ എന്നുള്ള നിലയിൽ ജഡത്തിൽ വെളിപ്പെട്ടവൻ ആരളിയ എല്ലാത്തിനും ഉൽപ്പത്തി ഒന്നിൽ കാണുന്ന അതേ ദൈവവും മനുഷ്യരുമായി പാർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതാണ് വെളിപ്പാട് പുസ്തകം വായിക്കുന്ന ദൈവം താൻ അവരോടുകൂടെ ദൈവമായിരിക്കും, അവരുടെ കണ്ണുനീരവൻ തുടച്ചു മാറ്റും. ഹല്ലേലൂയ. അപ്പോൾ ദൈവവും ദൈവമക്കളും എന്നുള്ള മൂല സൃഷ്ടിയിലെ അവസ്ഥയിലേക്ക് എല്ലാം മടങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടം വരുവാൻ പോകുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം വായിക്കാം. സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. മതി. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എല്ലാ സൃഷ്ടികളും, ഭൂമിയും ആകാശവും പാതാളവും അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തുള്ള സൃഷ്ടികളും, ദൈവസൃഷ്ടികൾ മുഴുവനും എന്തുകൊണ്ട് ഒരു നരക്കത്തിലാണ്. എന്തിനാണ് നരങ്ങുന്നത്? ദൈവമക്കളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വത്തിന് കാത്തുകൊണ്ട് നിറങ്ങുക. എന്നാൽ മനുഷ്യൻ, ദൈവത്തിൻ്റെ തേജസ്സിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ വീഴ്ച കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഭൂമിക്കും ഈ പ്രപഞ്ചത്തിനും എല്ലാം വ്യതിയാനങ്ങൾ ഉണ്ടായത്. ദൈവം ഈ സൃഷ്ടിച്ച ഭൂമി ഉരുൾപൊട്ടലുണ്ടാകാനും മണ്ണിടിച്ചിലുണ്ടാവാനും അനേകം മനുഷ്യരുടെ ജീവനെടുക്കാനും ഒന്നും ഉണ്ടാക്കിയതല്ല. ഇതെല്ലാം ഉണ്ടാവാനും ഈ ഭൂമി, ഈ സകല പ്രപഞ്ചത്തിൻ്റെയും സ്ഥിതിഗതികൾക്ക് ദൈവം പൂർണ്ണമായി എല്ലാം ദൈവം സൃഷ്ടിച്ചിട്ട് എല്ലാം നല്ലതെന്ന് കണ്ടു എന്നാണ് പറഞ്ഞല്ലേ. ദൈവം എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം നല്ലതെന്ന് കണ്ടു. ദൈവം നല്ലതെന്ന് കണ്ട സാധനം എങ്ങനെയാണ് വീഴ്ചയായി വീണു പോകുന്നത്? ദൈവം നല്ലതെന്ന് കണ്ട് സൃഷ്ടിച്ചുണ്ടാക്കിയതിനെ എല്ലാത്തിൻ്റെയും അധികാരിയായി ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ വീഴ്ച നിമിത്തം മനുഷ്യർക്ക് വേണ്ടി, അല്ലെ മനുഷ്യൻ്റെ തിന്മയ്ക്ക് വേണ്ടി ദൈവം അതേ കാര്യങ്ങളെ അരളിയ മനുഷ്യൻ്റെ വീഴ്ചയ്ക്കും മരണത്തിനും അപകടത്തിനും കാരണമാകുന്ന തരത്തിൽ ആക്കി മാറ്റിയപ്പോൾ ഈ പ്രപഞ്ചം ഒന്നാകെ ഒന്നാമത്തെ സൃഷ്ടിയായ അല്ലെങ്കിൽ ആദ്യത്തെ മനുഷ്യനായ ആദാമിൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ അവനുണ്ടായിരുന്ന തേജസ്സിലേക്ക് ദൈവമക്കൾ മടങ്ങേണ്ടതിന് വേണ്ടി പ്രപഞ്ചം മുഴുവനും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പുള്ള ചില വാക്കുകൾ വായിക്കാം. ഇവിടെ പറയാണ് 18-ാമത്തെ വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പൗലോസ് ദൈവസഭയോട് പറയുകയാണ്, ദൈവസഭയ്ക്ക് എന്തുണ്ട്? ഒരു തേജസ്സിൻ്റെ വെളിപ്പാട് സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടങ്ങളിലെ കഷ്ടതകളൊക്കെയും വരാനുള്ള പ്രതിഫലത്തെ ഓർക്കുമ്പോൾ സാരമില്ല എന്ന് നാം എണ്ണുന്നുവെന്ന്. നമുക്കറിയാം, ഒരു കർഷകൻ കൃഷി ചെയ്യാനായിട്ട് പോകുമ്പോൾ ആദ്യത്തെ കുറേ നാളുകളിൽ അതിനകത്തുനിന്ന് പ്രതിഫലമൊന്നുമില്ല. ഉണ്ടോ? നിലമൊരുക്കണം, അല്ലെങ്കിൽ അവിടെയുള്ള കാടും പടലൊക്കെ വെട്ടി ചുട്ട് മണ്ണ് കളച്ച് വേറെ പൊഴുക്കി അധ്വാനിച്ച് വളരെ പ്രയാസവും കഷ്ടവും സഹിച്ച് അതിൽ ഉഴുതു മറിച്ച് അതിൽ വിത്ത് വിതച്ച് അതിനെ നനച്ച് പല നാളുകൾ അതിനെ അലടിയ കീടങ്ങളും ക്രമികളും ആക്രമിക്കാതെ, കാട്ടുമൃഗങ്ങൾ തിരുന്നു തിന്നാതെ, പ്രകൃതി ശക്തികൾ അത് മഴവെള്ളം കുത്തൊലുക്കി പോയി അത് നഷ്ടപ്പെട്ടു പോകാതെ അതിനെ പല വഴിക്ക് തിരിച്ചുവിട്ട് ഇതിനെയൊക്കെ കണ്ണിൻ മണി പോലെ സൂക്ഷിച്ച് പരിപാലിക്കുന്ന എന്താണ്? ഒരു ദിവസം ഇതിൽ കനികളുണ്ടാകും, അല്ലെങ്കിൽ ഇതിൽ കതിരുകൾ ഉണ്ടാകും. അത് ചില കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ വളർച്ചയിലെത്തുമ്പോൾ അതിൽ നിന്ന് പ്രയോജനമുണ്ടാകും, അത് ഫലമായി കൊയ്തു കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇപ്രകാരം ഒരു കർഷകൻ
കഷ്ടതയും പ്രയാസവും ദുഃഖവും കണ്ണുനീരും എല്ലാം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പ്രതിഫലത്തിൻ്റെ നാൾ വരുന്നുണ്ട്. അതുപോലെ ഈ ഭൂമിയൊക്കെയും ദൈവമക്കളുടെ തേജസ്സിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവനും ഇന്ന് മായമായ ഒരു തീരുമാനമില്ലാത്ത, തീർച്ചയില്ലാത്ത, ഉറപ്പുറയാൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അതിലെല്ലാം കീഴ്പ്പെട്ടിരിക്കുമ്പോഴും സൃഷ്ടിക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിനറിയാം ദൈവമക്കളുടെ തേജസ്സാകുന്ന പുത്രത്വം പ്രാപിക്കും എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ ശരിയായ ദൈവപുത്രത്വത്തിലേക്ക് നാം മടങ്ങി വരുന്നത്. അവിടെയാണ് യോഹന്നാൻ 1 യോഹന്നാൻ 3 നമ്മൾ 2ാമത്തെ വാക്യം വായിച്ചത്. നാം ഇതുവരെയും ഇന്നതാകുമെന്ന് പറഞ്ഞ് ആയിട്ടില്ല, എന്നാൽ അവൻ പ്രത്യക്ഷമാകുമ്പോൾ അവനെ നാം താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് നാം അവനെ പോലെ സദൃശ്യന്മാരായി തീരും എന്ന് ദൈവവചനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ റോമർ 8:29-30 കൂടെ നമുക്ക് വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പം ദൈവം മുന്നറിഞ്ഞവരെ, ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രകാരം മുന്നറിയാത്തവരുണ്ട്. അനേക വാക്യങ്ങൾ അതിനെ സംബന്ധിച്ച് പറയാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ആ വീണ്ടെടുപ്പിൻ്റെ ആദിജാതനാകേണ്ടതിന് നമ്മുടെ ശരീരത്തോട് അനുരൂപരാകുവാൻ ദൈവം ദൈവപുത്രനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജഡപ്രത്യക്ഷതയെ മുൻ നിയമിച്ചത് എന്തിനു വേണ്ടിയാണ്? ആ ജഡമരണം കൊണ്ട്, ആ ജഡത്തിൽ ചിന്തുന്ന രക്തം കൊണ്ട് നമ്മുടെ പാപപരിഹാരമാകുന്ന റാൻസം അല്ലെങ്കിൽ മറവിലയാകുന്നത് കൊണ്ട് അവൻ മരണം ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും പുനരുദ്ധാനം ചെയ്ത് തേജസ്കരണം ചെയ്ത് ദൈവത്തിലേക്ക് മടങ്ങി വരുന്നവർക്ക് ആദിജാതനായി തീരേണ്ടതിന് അവൻ എന്ത് ചെയ്തിരിക്കുന്നു? അവനെ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് നാം പറയുന്നു. അത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആർക്കും നമുക്ക് പ്രതികൂലമായിരിക്കാൻ കഴിയില്ല. കാരണം ഹല്ലേലൂയ, ക്രിസ്തുവിനെ നമുക്ക് പകരയാഗമായി ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ നമുക്ക് വേണ്ടി എല്ലാം നൽകുവാൻ നാം സേവിക്കുന്ന ദൈവം മതിയായവനാകുന്നു. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഒരു വാക്യം കൂടി വായിച്ച് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനായി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കാം. കൊളോസ്യർ 1-ാം അധ്യായം 26-ാമത്തെ വാക്യം. 24 മുതൽ വായിക്കാട്ടോ. 24 മുതൽ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. ഹല്ലേലൂയ. ആ മർമ്മം പൂർവ്വകാലങ്ങളിൽ തലമുറകൾക്ക് മറഞ്ഞിരിക്കുന്ന മർമ്മമാണ്. എങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. എന്താണ് ആ മർമ്മം? അവരോട് ജാതികളുടെ ഈ മർമ്മത്തിൻ്റെ മഹിമാതനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. അതുകൊണ്ട് ജാതികൾക്ക് ഈ മർമ്മത്തിൻ്റെ മഹത്വം എന്തെന്നറിയിക്കാൻ ദൈവത്തിന് പ്രസാദമായി. ആ മർമ്മം എന്തെന്ന് ചോദിച്ചാൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഹല്ലേലൂയ, ആമേൻ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ എന്ന് ദൈവവചനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. 1:26 നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നത്. 1:26 Even the mystery which hath been hid from the ages and from generations but now is made manifest
to his saints, to whom God would make known what is the riches of the glory of the mystery among the Gentiles, which is Christ in you, the hope of glory. Christ in you, the hope of glory. ക്രിസ്തു, തേജസ്സിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിങ്ങളിലും ഇരിക്കുന്നു എന്നുള്ളതാണ് ആ മർമ്മം. ഹല്ലേലൂയ. ആ മർമ്മം അനേകർക്കും തലമുറകൾക്കും പൂർവ്വകാലങ്ങൾ തുടങ്ങി എന്നും മറഞ്ഞിരിക്കുന്നുവെങ്കിൽ ദൈവം നിയമിച്ച നമ്മിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ലോകം സൃഷ്ടിക്കും മുമ്പ് ദൈവത്തിന് നമ്മെ തിരഞ്ഞെടുക്കുവാൻ ക്രിസ്തുവിൽ ദൈവം പ്രസാദിച്ചതോർത്ത് ദൈവത്തെ അത്യധികമായിട്ട് സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയിക്കൊണ്ട് ഹല്ലേലൂയ ശുശ്രൂഷ അവിടെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആശ്രയിക്കാൻ ശരണപ്പെടുകയാണ്. അത് നമ്മൾ 1 കൊരിന്ത്യർ 2:7-8 കൂടി വായിച്ച് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവിടെ പറയുന്നത്, ദൈവം 6 മുതൽ വായിക്കാം. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, വലിയ വലിയ ജ്ഞാനങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവരോട് വേണം സംസാരിക്കാൻ. വലിയ വലിയ കാര്യങ്ങൾ കൊച്ചുകുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകയില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ പറയണേ, എന്നാൽ ഞാൻ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ഹല്ലേലൂയ. ആരാണ് നശിച്ചു പോകുന്ന ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായിട്ട് പറയുകയാണ് ആ ജ്ഞാനികൾ ആരാണ് എന്ന് നമുക്ക് താഴോട്ട് വായിക്കാം. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന് ജ്ഞാനം എത്രയും മറമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. വളരെ സ്പഷ്ടമായി പറയുകയാണ്, ആ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരാണ്? ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലാണ്. കാരണം അവരാണ് അവനെ ക്രൂശിൽ ഏൽപ്പിച്ച് കൊന്നുകളഞ്ഞത്. ഹല്ലേലൂയ. അവർ ക്രൂശിൽ ഏൽപ്പിച്ചത് അവരുടെ തേജസ്കരണത്തിന് വേണ്ടി ദൈവം നിയോഗിച്ച കർത്താവാണ്. ഹല്ലേലൂയ. ദ ലോർഡ്, കർത്താവ്, ഏക കർത്താവ് എന്ന് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് 4:5-6 വാക്യത്തിൽ പറയുന്ന ഏക കർത്താവും ഏക ദൈവവും എല്ലാവർക്കും മേതെയുള്ളവനും എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനുമായ ദൈവവും പിതാവുമായ ഏകൻ എന്ന് പറയപ്പെട്ടിരിക്കുന്ന ആ ദൈവം തന്നെയാണ് എന്ന് അറിയാതെ അവർ അവനെ ക്രൂശിൽ തറച്ചു വന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നില്ല? അവർ അവരുടെ തേജസ്കരണത്തിന് വേണ്ടി ദൈവം അയച്ച തേജസ്സിൻ്റെ കർത്താവിൻ്റെ ജഡപ്രത്യക്ഷതയെ അവർ ഈ ലോകത്തിൽ വന്നപ്പോൾ, അവരെ വീണ്ടെടുക്കുവാൻ വന്നപ്പോൾ, അവൻ തൻ്റെ സ്വന്തത്തിങ്കിലേക്ക് വന്ന് സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. ഹല്ലേലൂയ. അവനെ തിരസ്കരിച്ച് ക്രൂശിലേൽപ്പിച്ച് കൊന്നുകളഞ്ഞു. അതുകൊണ്ട് അവൻ്റെ മരണം അവർക്ക് ശിക്ഷാവിധിക്കും നമ്മുടെ രക്ഷയ്ക്കും കാരണമായി എങ്കിൽ നമ്മുടെ തേജസ്കരണത്തിന് കാരണമാക്കപ്പെട്ട ഈ ആത്മീയ മർമ്മങ്ങളെ ദൈവം നമുക്ക് തുറന്നു തരുവാൻ, നമ്മുടെ ഹൃദയഭിത്തികളിൽ അതിനെ ആലേഖനം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ വചനം നമ്മിൽ കുടികൊണ്ട് വസിച്ച് അനേകർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ സ്നേഹിച്ച് ലോകസൃഷ്ടിക്കുമ്പോൾ തിരഞ്ഞെടുത്തതിനായി കർത്താവിനെ അത്യധികമായിട്ട് സ്തുതിക്കുന്നു. ഇന്ന ദിവസം ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുവാൻ കർത്താവ് കൃപ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആയിരിക്കുന്നവരെയും, തുടർന്ന് ഈ മീറ്റിങ്ങിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നവരെയും എല്ലാം കർത്താവെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ മാറ്റമില്ലാത്തതും ഇണവാക്യങ്ങളാൽ ദൈവമേ കൂട്ടിയോജിപ്പിക്കപ്പെട്ടതും തെളിയിക്കപ്പെട്ടതുമായ ബൈബിളിൻ്റെ ആകെത്തുകയായ ദൈവത്തിൻ്റെ മർമ്മമായ ക്രിസ്തു, ദൈവത്തിൻ്റെ ജ്ഞാനമായ ക്രിസ്തു, ദൈവശക്തിയായ ക്രിസ്തു, ദൈവം വീണ്ടെടുപ്പുകാരനായി വെളിപ്പെട്ട ക്രിസ്തു, ദൈവം ഹല്ലേലൂയ ജഡമെടുത്ത് വന്നിരിക്കുന്നുവെന്ന്, ദൈവത്തിൻ്റെ ദൃശ്യരൂപമാകുന്നുവെന്ന് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്ത്, ഹല്ലേലൂയ തിരുവെഴുത്തുകൾ അപ്പോസ്തോലികമായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മ നിയോഗത്താൽ മനസ്സിലാക്കി ഗ്രഹിച്ച് കർത്താവായ ഏകദൈവത്തിലേക്ക് മടങ്ങുവാൻ അനേകർക്ക് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഈ വചനം കേട്ടവരായ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. ലുദിയായുടെ ഹൃദയത്തെ പൗലോസ് സംസാരിക്കുന്ന ദൈവവചനത്തിനായി തുറന്നതുപോലെ ഞങ്ങൾ പ്രസ്താവിക്കുന്നതും അപ്പോസ്തലന്മാർ പ്രസ്താവിച്ച് തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയതുമായിരിക്കുന്ന ഇതേ വചനം ഞങ്ങൾക്കും പ്രസ്താവിക്കേണ്ടതിനും അനുസരിക്കേണ്ടതിനും നൽകിയതുകൊണ്ട് ഇത് കേട്ട് ആളുകളിൽ രക്ഷ പ്രാപിക്കാൻ അങ്ങ് മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നവർ കൂട്ടിവരുത്തണമേ.
അവർ സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കുവാനും നിത്യവൻ്റെ അവകാശികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളുമായി തീരുവാൻ ഇടവരുത്തുമാറാകണമെന്നും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളെ ദൈവം തൃക്കൈ നീട്ടി അനുഗ്രഹിക്കണം. ഉയരത്തിലെ സകല നല്ല ദാനങ്ങളാലും കൃപാവരങ്ങളാലും നിറയ്ക്കണം. പിന്നത്തേതിൽ അങ്ങയോടൊപ്പം നിത്യമായി വസിക്കേണ്ടതിന് തേജസ്കരണത്തിൻ്റെ അവകാശവും ഓഹരിയും ഞങ്ങൾക്കും അവർക്കും നൽകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഈ ദിവസവും ദൈവസ്ഥൽ കൂടി വരുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ദൈവം നൽകിയ സാവകാശനായി സ്തോത്രം ചെയ്യുന്നു. ദൈവസ്ഥലേക്ക് താഴ്ത്തുന്നു. സകല മഹത്വവും പുകഴ്ചയും ആരാധനയും എല്ലാ നാളും പിതാവേ അവിടത്തേക്ക് മാത്രമാകട്ടെ. യേശുവ മെസ്സിയാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ നല്ല പിതാവേ. സ്തോത്രം.